പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? എ 32, ബി 34, സി 35. ഉത്തരം 35. പ്രഭാഷകന്റെ കാഴ്ചപ്പാടിൽ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആരാണ്? എ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ, ബി പ്രാർത്ഥിക്കുന്നവൻ, സി ഉറങ്ങുന്നവൻ. ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. വിശ്രുതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുകയും ചെയ്യുന്നത് ആരാണ്? എ ദൈവഭക്തൻ, ബി പ്രാർത്ഥിക്കുന്നവൻ, സി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ആര്? എ വിവേകമുള്ളവൻ, ബി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ, സി ജ്ഞാനി. ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ആരെയാണ് സേവിക്കുന്നത്? എ മഹാന്മാരെ, ബി അത്യുന്നതനെ, സി ഭരണാധിപന്മാരെ. ഉത്തരം മഹാന്മാരെ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവന് ആരുടെ മുൻപിലും പ്രവേശനമുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ മഹാന്മാരുടെ, ബി ഭരണാധിപന്മാരുടെ, സി അത്യുന്നതൻ്റെ. ഉത്തരം ഭരണാധിപന്മാരുടെ. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ കഴിയുന്നത് ആർക്കാണ്? എ അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ, ബി ബുദ്ധിയുള്ളവൻ, സി പഠിച്ചവൻ. ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. മനുഷ്യരുടെ നന്മതിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു. ആര്? എ ഭരണാധിപൻ, ബി അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ, സി ജ്ഞാനി. ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ. പ്രഭാഷകൻ 39:5 അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അതിരാവിലെ എഴുന്നേൽക്കുന്നത് എന്തിനാണ്? എ നിയമങ്ങൾ പഠിക്കാൻ, ബി അത്യുന്നതനെ സ്തുതിക്കാൻ, സി സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ. ഉത്തരം സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ എന്തു ചെയ്യുന്നു? എ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു, ബി ധ്യാനിക്കുന്നു, സി നടക്കുന്നു. ഉത്തരം അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ അത്യുന്നതൻ്റെ മുൻപിൽ എന്താണ് അർപ്പിക്കുന്നത്? എ പ്രാർത്ഥനകൾ, ബി വഴിപാടുകൾ, സി സ്നേഹം. ഉത്തരം പ്രാർത്ഥനകൾ. അതിരാവിലെ എഴുന്നേറ്റ് അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ അവൻ എന്തിനു വേണ്ടി യാചിക്കുന്നു? എ പാപമോചനത്തിനായി, ബി ഉയർച്ചയ്ക്കു വേണ്ടി, സി സമ്പത്തിനു വേണ്ടി. ഉത്തരം പാപമോചനത്തിനായി. ആര് കനിഞ്ഞാലാണ് ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയുകയും വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നത്? എ സർവശക്തനായ കർത്താവ്, ബി ഭരണാധിപൻ, സി സ്നേഹിതൻ. ഉത്തരം സർവശക്തനായ കർത്താവ്.
സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ അവനിൽ എന്താണ് നിറയുന്നത്? എ. ജ്ഞാനത്തിൻ്റെ ചൈതന്യം. ബി. അലിവ്. സി. സ്നേഹം. ഉത്തരം ജ്ഞാനത്തിൻ്റെ ചൈതന്യം. വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ എന്തു ചെയ്യും? എ. കർത്താവിന് നന്ദി പറയും. ബി. പ്രാർത്ഥിക്കും. സി. ധ്യാനിക്കും. ഉത്തരം കർത്താവിന് നന്ദി പറയും. അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ്റെ ചിന്തയും അറിവും എന്തിലേക്കാണ് തിരിയുന്നത്? എ. വചനങ്ങളിലേക്ക്. ബി. പ്രബോധനങ്ങളിലേക്ക്. സി. നേരായ മാർഗത്തിലേക്ക്. ഉത്തരം നേരായ മാർഗത്തിലേക്ക്. കർത്താവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നവൻ എന്തിലൂടെ അറിവ് പ്രകടമാക്കുന്നു? എ. വചനങ്ങളിലൂടെ. ബി. പ്രബോധനങ്ങളിലൂടെ. സി. ആലോചനയിലൂടെ. ഉത്തരം പ്രബോധനങ്ങളിലൂടെ. കർത്താവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും ചെയ്യുന്നവൻ എന്തിലാണ് അഭിമാനം കൊള്ളുന്നത്? എ. സമ്പത്തിൽ. ബി. കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. സി. സ്വന്തം നന്മകളിൽ. ഉത്തരം കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ. അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും. അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല. അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല. അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും. വാക്യം ഏത്? എ. പ്രഭാഷകൻ 39:7. ബി. പ്രഭാഷകൻ 39:8. സി. പ്രഭാഷകൻ 39:9. ഉത്തരം പ്രഭാഷകൻ 39:9. കർത്താവിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും അവിടുത്തെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നവൻ്റെ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ആരാണ്? എ. സ്നേഹിതർ. ബി. ജനതകൾ. സി. പ്രാർത്ഥിക്കുന്നവൻ. ഉത്തരം ജനതകൾ. അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും. എന്ത്? എ. പ്രബോധനം. ബി. ശ്രേഷ്ഠമായ ഒരു നാമം. സി. സമ്പത്ത്. ഉത്തരം ശ്രേഷ്ഠമായ ഒരു നാമം. സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി അർപ്പിക്കുമ്പോൾ പ്രഭാഷകന് ഇനിയും പറയാനുള്ളത് എന്താണ്? എ. പ്രബോധനങ്ങൾ. ബി. സുചിന്തിതമായ കാര്യങ്ങൾ. സി. നന്മകൾ. ഉത്തരം സുചിന്തിതമായ കാര്യങ്ങൾ. സുചിന്തിതമായ കാര്യങ്ങൾ നമ്മോട് പറയാനുള്ള പ്രഭാഷകൻ ആരെപ്പോലെ പൂരിതനാണ് എന്നാണ് പറയുന്നത്? എ. കഴുകനെ പോലെ. ബി. പൂർണ്ണചന്ദ്രനെ പോലെ. സി. സൂര്യനെ പോലെ. ഉത്തരം പൂർണ്ണചന്ദ്രനെ പോലെ. പ്രഭാഷകൻ അധ്യായം 39:13 എങ്ങനെയാണ് നമ്മെ അഭിസംബോധന ചെയ്യുന്നത്? എ. ബുദ്ധിയില്ലാത്തവർ. ബി. അവിവേകികൾ. സി. വിശ്വസ്തന്മാരായ പുത്രന്മാർ. ഉത്തരം വിശ്വസ്തന്മാരായ പുത്രന്മാർ. പ്രഭാഷകൻ്റെ വാക്ക് കേട്ട് എന്തിനെപ്പോലെ മുട്ടിടാൻ ആണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? എ. അത്തിമരം പോലെ. ബി. അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ. സി. ചന്ദ്രനെ പോലെ. ഉത്തരം അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ. എന്തിനെപ്പോലെ സൗരഭ്യം പരത്താനാണ് പ്രഭാഷകൻ നമ്മോട് ആവശ്യപ്പെടുന്നത്? എ. തിരി പോലെ. ബി. കുന്തിരിക്കം പോലെ. സി. പൂവിനെ പോലെ. ഉത്തരം കുന്തിരിക്കം പോലെ. എന്തിനെപ്പോലെ പൂവണിയാനാണ് പ്രഭാഷകൻ നമ്മോട് ആവശ്യപ്പെടുന്നത്? എ. ലില്ലി പോലെ. ബി. കാറ്റുപോലെ. സി. കന്യകയെ പോലെ. ഉത്തരം ലില്ലി പോലെ. നാം എന്ത് സ്മരിച്ചുകൊണ്ടാണ് കർത്താവിനെ വാഴ്ത്തേണ്ടത്? എ. അവിടുത്തെ സൃഷ്ടികൾ. ബി. കർത്താവിൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളും. സി. നന്മകൾ. ഉത്തരം കർത്താവിൻ്റെ എല്ലാ നല്ല പ്രവൃത്തികളും. എങ്ങനെയാണ് നാം കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും
അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യേണ്ടത്. എ. തപ്പുകൾ കൊട്ടി. ബി. നൃത്തം ചെയ്ത്. സി. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. ഉത്തരം സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ. കർത്താവിൻ്റെ നാമത്തിൽ നിർവഹിക്കപ്പെടുന്നത് എന്താണ്? എ. അവിടുത്തെ കലകൾ. ബി. അവിടുത്തെ പ്രവൃത്തികൾ. സി. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും. ഉത്തരം അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തുകൊണ്ടാണ്? എ. യഥാകാലം എല്ലാം വെളിവാകും എന്നതിനാൽ. ബി. അവിടുത്തെ പ്രവൃത്തികൾ നീതിയുക്തമായതിനാൽ. സി. നാം സൃഷ്ടികളായതിനാൽ. ഉത്തരം യഥാകാലം എല്ലാം വെളിവാകും എന്നതിനാൽ. പ്രഭാഷകൻ 39:17 അവിടുന്ന് അരുളി ചെയ്തപ്പോൾ എന്താണ് കുന്നുകൂടിയത്? എ. മലകൾ. ബി. അരുവി. സി. ജലം. ഉത്തരം ജലം. പ്രഭാഷകൻ 39:17 അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്ത് ഉണ്ടായി? എ. മലകൾ. ബി. അരുവി. സി. ജലാശയങ്ങൾ. ഉത്തരം ജലാശയങ്ങൾ. പ്രഭാഷകൻ 39:18 അവിടുന്ന് കൽപ്പിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എ. ജലം കുന്നുകൂടി. ബി. ജലാശയങ്ങളുണ്ടായി. സി. അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. ഉത്തരം അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. എന്തിനെ പരിമിതമാക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. കർത്താവിൻ്റെ രക്ഷാകര ശക്തിയെ. ബി. കർത്താവിൻ്റെ മഹത്വത്തെ. സി. കർത്താവിൻ്റെ അധികാരത്തെ. ഉത്തരം കർത്താവിൻ്റെ രക്ഷാകര ശക്തിയെ. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ എന്താണ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്? എ. മർത്യൻ്റെ പ്രവൃത്തികൾ. ബി. ചിന്തകൾ. സി. ആലോചനകൾ. ഉത്തരം മർത്യൻ്റെ പ്രവൃത്തികൾ. അനാദി മുതൽ അനന്തത വരെ അവിടുന്ന് അവയെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവിടുത്തേക്ക് ഒന്നും ഡാഷ് പൂരിപ്പിക്കുക. എ. അത്ഭുതമല്ല. ബി. അസാധ്യമല്ല. സി. വിസ്മയകരമല്ല. ഉത്തരം വിസ്മയകരമല്ല. ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? എ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ബി. ദൗത്യ നിർവഹണത്തിന്. സി. നിശ്ചിത ഉപയോഗത്തിന്. ഉത്തരം നിശ്ചിത ഉപയോഗത്തിന്. ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല എന്ന് ഏതൊക്കെ വാക്യത്തിലാണ് പറയുന്നത്? എ. പ്രഭാഷകൻ 39:19, 39:22. ബി. പ്രഭാഷകൻ 39:18, 39:21. സി. പ്രഭാഷകൻ 39:17, 39:21. ഉത്തരം പ്രഭാഷകൻ 39:17, 39:21. കർത്താവിൻ്റെ അനുഗ്രഹം നദി എന്ന പോലെ എന്തിനെയാണ് ആവരണം ചെയ്യുന്നത്? എ. മേഘത്തെ. ബി. വരണ്ട ഭൂമിയെ. സി. സൃഷ്ടിയെ. ഉത്തരം വരണ്ട ഭൂമിയെ. കർത്താവിൻ്റെ അനുഗ്രഹം വരണ്ട ഭൂമിയെ എന്തുപോലെയാണ് കുതിർക്കുന്നത്? എ. വെള്ളപ്പൊക്കം പോലെ. ബി. മഴ പോലെ. സി. മഞ്ഞ് പോലെ. ഉത്തരം വെള്ളപ്പൊക്കം പോലെ. അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ ആരാണ് അവിടുത്തെ കോപത്തിനിരയാകുന്നത്? എ. ദുഷ്ടർ. ബി. അവിവേകികൾ. സി. ജനതകൾ. ഉത്തരം ജനതകൾ. കർത്താവിൻ്റെ മാർഗങ്ങൾ പ്രതിബന്ധങ്ങൾ നിറഞ്ഞതായി തോന്നുന്നത് ആർക്കാണ്? എ. നല്ലവർക്ക്. ബി. അവിവേകികൾക്ക്. സി. ദുഷ്ടർക്ക്. ഉത്തരം ദുഷ്ടർക്ക്. തിന്മ ദുഷ്ടർക്കെന്ന പോലെ നന്മ ആർക്കു വേണ്ടിയാണ് ആദ്യം മുതൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്?
എ നല്ലവർക്ക് വേണ്ടി, ബി വിവേകികൾക്ക് വേണ്ടി, സി ശിഷ്ടർക്ക് വേണ്ടി. ഉത്തരം ശിഷ്ടർക്ക് വേണ്ടി. പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നന്മയായി പരിണമിക്കുന്നത് ആർക്കാണ്? എ ദൈവഭക്തർക്ക്, ബി ദുഷ്ടർക്ക്, സി ബുദ്ധിയുള്ളവർക്ക്. ഉത്തരം ദൈവഭക്തർക്ക്. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ എങ്ങനെയാണ് ആഞ്ഞടിക്കുന്നത്? എ കൊടുങ്കാറ്റ് പോലെ, ബി കോപാവേശത്താൽ, സി സ്നേഹത്താൽ. ഉത്തരം കോപാവേശത്താൽ. പ്രതികാരത്തിനായി സൃഷ്ടിക്കപ്പെട്ട കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് ആരുടെ കോപമാണ് ശമിപ്പിക്കുന്നത്? എ മനുഷ്യൻ്റെ, ബി സൃഷ്ടാവിൻ്റെ, സി വിശുദ്ധരുടെ. ഉത്തരം സൃഷ്ടാവിൻ്റെ. പ്രഭാഷകൻ 39:29 അനുസരിച്ച് പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? എ കൊടുങ്കാറ്റ്, ബി ഹിംസ്രജന്തുക്കളുടെ ദ്രംഷ്ട്രകളും തേളുകളും അണലികളും, സി അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും. ഉത്തരം അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും. പ്രഭാഷകൻ 39:30 അനുസരിച്ച് പ്രതികാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ എന്തെല്ലാം? എ ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കുവാനുള്ള വാളും, ബി ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും, സി അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും. ഉത്തരം ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവഭയമില്ലാത്തവനെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും. അവിടുത്തെ കൽപ്പനയിൽ അവ ആഹ്ലാദം കൊള്ളുകയും കർത്തവ്യ നിർവഹണത്തിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. സമയം വരുമ്പോൾ അവ അവിടുത്തെ വാക്ക് ലംഘിക്കുകയില്ല. ആര്? എ കൊടുങ്കാറ്റ്, ബി പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ, സി അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും. ഉത്തരം പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവ. ആദ്യം മുതൽ തന്നെ ഇത് എനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി എന്തു ചെയ്തു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്. എ തീരുമാനിച്ചു, ബി ചിന്തിച്ചു രേഖപ്പെടുത്തി, സി ആലോചിച്ചു. ഉത്തരം ചിന്തിച്ചു രേഖപ്പെടുത്തി. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്. യഥാസമയം അവിടുന്ന് എന്താണ് നിറവേറ്റുന്നത്? എ ആവശ്യങ്ങൾ, ബി അറിവ്, സി നന്മകൾ. ഉത്തരം ആവശ്യങ്ങൾ. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം എന്തായി തെളിയും? എ തിരി പോലെ, ബി സൂര്യനെ പോലെ, സി നന്മയായി. ഉത്തരം നന്മയായി. പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് ആരെയാണ് വാഴ്ത്തി സ്തുതിക്കേണ്ടത്? എ വിശുദ്ധരെ, ബി കർത്താവിൻ്റെ നാമം, സി മനുഷ്യൻ്റെ പ്രവൃത്തികൾ. ഉത്തരം കർത്താവിൻ്റെ നാമം.